പരിശുദ്ധവും അതിശ്രേഷ്ഠവുമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 6 അധ്യായം അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഇപ്രകാരം നമ്മൾ കേൾക്കുന്നു: നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിപ്പിൻ. അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കു വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞാൻ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സുവിശേഷത്തിൻ്റെ രഹസ്യത്തിൻ്റെ ബന്ധസ്ഥനായ സ്ഥാനപതിയാണല്ലോ ഞാൻ. എൻ്റെ കടമയ്ക്കൊത്ത വിധം ധീരതയോട് പ്രസംഗിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കണം. പൗലോസ്ലീഹ പറയുകയാണ്, പൗലോസ്ലീഹയ്ക്കൊരു വീട് കിട്ടാനോ സ്ഥലം വാങ്ങിക്കാനോ കടബാധ്യത തീർക്കാനോ ഒന്നും പ്രാർത്ഥിക്കാനല്ല പൗലോസ്ലീഹ പറഞ്ഞത്. പൗലോസ്ലീഹ പറയുകയാണ്, എൻ്റെ കടമയാണ് ഞാൻ വചനം പ്രഘോഷിക്കുക, കടമയ്ക്കൊത്ത വിധമാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഞാൻ വാ തുറക്കുമ്പോഴെല്ലാം വചനം കൊണ്ട് നിറയ്ക്കാനായി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, എന്താ പൗലോസ്ലീഹ അത് പറയാൻ കാരണം? പൗലോസ്ലീഹ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞു. ദൈവത്തിൻ്റെ സ്നേഹം അതിപരിശുദ്ധമാണെന്ന് തൻ്റെ ജീവിത അനുഭവത്തിലൂടെ മനസ്സിലാക്കി. അതിനാൽ പൗലോസ്ലീഹ പറയുകയാണ്, എനിക്ക് വചനമാണ് വേണ്ടത്. ഞാൻ വാ തുറക്കുമ്പോഴെല്ലാം എന്നെ വചനം കൊണ്ട് ശക്തിപ്പെടുത്തുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് വെറുതെ അല്ല, ധീരതയോടും ശക്തിയോടും കൃപയോടും കർത്താവിനെ പ്രഘോഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് അതാണ് ജനത്തിനില്ലാത്തത്. ഇന്ന് ധൈര്യമാണ് ഇല്ലാത്തത്. എപ്പോൾ എവിടുന്ന് അടി വരും, എപ്പോൾ എവിടുന്ന് ഓടിക്കും, ഇങ്ങനെയുള്ള ഭയത്താലാണ് ജനം ജീവിക്കുന്നത്. എന്തിനാ പ്രിയപ്പെട്ടവരെ? നാം ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനോടൊപ്പം, മരിക്കുന്നെങ്കിലും ക്രിസ്തുവിനോടൊപ്പം. ജീവിതം ക്രിസ്തുവും മരണം നേട്ടമാണെന്ന് പൗലോസ്ലീഹ പറഞ്ഞുവെങ്കിൽ അപ്രകാരം നമ്മളും ജീവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുക തന്നെ ചെയ്യണം. ദൈവത്തിൻ്റെ വചനം നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയല്ല വേണ്ടത്, അത് പ്രസംഗിക്കുക തന്നെ ചെയ്യണം. എങ്കിലേ അത് അവരുടെ ഹൃദയത്തിലേക്ക് തുളച്ച് കയറത്തുള്ളൂ. ഹല്ലേലൂയ. ഓരോ വ്യക്തി ജീവിതങ്ങളുടെയും ഹൃദയത്തിൽ കർത്താവിൻ്റെ വചനം തുളച്ച് കയറണം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ മുമ്പിൽ സന്തോഷത്തോട് ശുശ്രൂഷ ചെയ്യാം. ഹല്ലേലൂയ. ദൈവത്തിനായിട്ടല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? എന്തൊരു ജീവിതമാണ്! ക്രിസ്തുവില്ലാത്ത ജീവിതം മരണതുല്യമല്ലേ? നമുക്ക് ക്രിസ്തുവിനോടൊപ്പം ജീവിക്കാം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി മുന്നേറാം. ഹല്ലേലൂയ. പരിശുദ്ധനും നീതിമാനുമായ സ്വർഗീയ പിതാവിൻ്റെ നിസ്സീമമായ സ്നേഹം നമ്മളിലെല്ലാം വന്ന് നിറയുവാൻ, ഓരോ നിമിഷത്തിലും നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് നമ്മുടെ അതിരം പ്രഘോഷിക്കുവാൻ തക്കവിധം ആത്മാവിൻ്റെ നിറവ് ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളുടെ മേലും ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവമേ, നന്ദിയോട് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു പിതാവേ. ഹല്ലേലൂയ. സ്തോത്രം, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. അങ്ങേ മഹത്വപ്പെടുത്തുന്നു, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ എല്ലാം ശക്തിപ്പെടുത്തണമേ കർത്താവേ. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ദൈവത്തെ അറിയുന്നത് പോലെ, കർത്താവിനെ അനുഭവിച്ചറിയുന്നത് പോലെ കർത്താവെ, എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം അങ്ങേ അനുഭവിച്ചറിയുവാൻ, അങ്ങയുടെ മക്കളായി ജീവിക്കുവാൻ എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളുടെയും മേലും വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവ് നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.